കൂട്ടുകാരെ ഇന്ന് നമ്മളെ കറിൻ്റെ റെസിപ്പികളൊക്കെ ഒന്ന് കാണിക്കാം. ഇന്ന് നമുക്ക് ഉണക്കൽ മാന്താണ് കേട്ടോ കറിക്ക് കിട്ടിയത്. മീനൊന്നും കിട്ടാറ് അവിടെ ആടില്ല, എല്ലാവരും പണിക്കായതാണ്. അപ്പോൾ മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉണക്കലുണ്ടായിനി ഇവിടെ. അപ്പോൾ അതെടുത്ത് കറി വെക്കാൻ വിചാരിച്ചു. അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉണക്കൽ, പിന്നെ ഉപ്പേരിക്ക് ഇതാ ചേമ്പിൻ്റെ ഇലയും 2-3 ചക്കക്കുരും കൂടി എടുത്തിന്. അതാണ് ഉപ്പേരി ഉണ്ടാക്കാൻ പോണത്. നമുക്ക് തുടങ്ങി. അങ്ങനെ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിക്കണ്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കറി വെക്കാണ്. രസം കടുകിട്ട് 2 ഉണക്കമുളക് മുറിച്ചിട്ട് ഇനി കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കരിയേപ്പിൻ്റെ ഇല ഇട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അതിലേക്ക് ഇടാം. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്നും നല്ലോണം വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളകും പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടെടുക്കുക. ഒരു സ്പൂണ് തരച്ചില്ലാത്ത മുളകും പൊടി ഇട്ടണ്. അതുപോലെ തന്നെ അത്ര മല്ലിപ്പൊടി ഇട്ടുണ്ട്. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മാന്ത അങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് അതൊക്കെ നല്ല വൃത്തിയാക്കി തലൻ്റെ കാട്ടങ്ങളൊക്കെ പോയി തലൻ്റെ അടക്കന്ന് വെട്ടി ഒഴിവാക്കി നല്ല ഉസാറായിട്ട് വൃത്തിയായി കഴുകി എടുത്ത് വെച്ചാണ്. ഇനി നമുക്കത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം തേങ്ങ ഇന്നലെ അരച്ച് വെച്ചാണ് ഫ്രിഡ്ജിൽ. അപ്പം തേങ്ങ ഒന്ന് ചൂടാകണം. ഉരുക്കി തരണം വിചാരിച്ചതിൽ വെച്ചതാണ്. ഇനി മീൻ ഇട്ട് കൊടുക്കുക. കറിയിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉണക്കലായതുകൊണ്ട് അതിൽ ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല. ഇങ്ങനെ നമ്മളെ കറിയൊക്കെ റെഡിയായി. ഇവിടെ കശി നല്ല തിളക്കുന്നുണ്ട്. മീൻ കിട്ടാത്തതുകൊണ്ട് ഇനി നമ്മൾ ഉണക്കൽ കറി വെച്ചത്. അപ്പോഴാണ് മീൻകാരെ വീട്ടിൻ്റെ അടുത്ത് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ മീൻ വാങ്ങിച്ച് ചെമ്മീൻ ചോടിയും കിട്ടി. അപ്പം ഇനി കുറച്ച് പൊരിക്കുക, ബാക്കി നാളേക്കും വെക്കാൻ വിചാരിച്ച് ഞാൻ മീൻ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. തേങ്ങ പൊരിക്കതിട്ട് ഇങ്ങനെ ഇളക്കി കുറച്ച് നേരം വെക്കാം. നമ്മൾ ഉപ്പേരി റെഡിയായി. നല്ല ടേസ്റ്റാണ്. ചേമ്പല ഇങ്ങനെ അരിഞ്ഞ് ചക്കക്കുരുവിൻ്റെ കൊപ്പര ഇങ്ങനെ കൂടിയിരിക്കണേ. അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ചട്ടിയിൽ നമ്മൾ ചെമ്മീട്ടത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.